ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഊത്തപ്പമാണ്. ഞാൻ അപ്പത്തിൻ്റെ മാവ് വെച്ചാണ് ഈ ഊത്തപ്പം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഊത്തപ്പം ഉണ്ടാക്കാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് സവോള അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിയണം സവോള. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഇതിനകത്ത് ക്യാപ്സിക്കം വേണേൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അപ്പത്തിൻ്റെ മാവാണ്. ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവിലാണ് ഞാൻ ഈ ഊത്തപ്പം ഉണ്ടാക്കുന്നത്. നമുക്ക് ദോശയുടെ മാവിലും ഉണ്ടാക്കാം, അതുപോലെ അപ്പത്തിൻ്റെ മാവിലും ഉണ്ടാക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരുന്ന വെജിറ്റബിൾ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒത്തിരി തീ കൂട്ടി വെക്കരുത്, ചെറു തീയിൽ വെച്ച് വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് മാവ് പിന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ്. നമ്മുടെ ദോശയുടെ മാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കറികളൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കറി കൂട്ടിയും കഴിക്കാം, കറി ഇല്ലാതെയും കഴിക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ എണ്ണയൊക്കെ നമുക്ക് ഏത് ഓപ്ഷണലാണ്, ഏത് വേണമെങ്കിലും നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്